നമ്മുടെ ലൈഫിൽ നമുക്കുണ്ടാകുന്ന പല വീഴ്ചകളും നമ്മളെ പലതും പഠിപ്പിക്കും. അങ്ങനെ ഈ ഒരു 4-5 വർഷം കൊണ്ട് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കും കഷ്ടപ്പാടുകൾക്കിടയിലും ഞങ്ങൾക്ക് കൈ തന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ഞങ്ങളെക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഈ ഭൂമിയിലുണ്ടെന്ന് ആ വീഴ്ചയിൽ ഞങ്ങളുടെ കൂടെ നിന്ന് സഹായിച്ച പലരും ഞങ്ങളെ കാണിച്ചു തന്നു. അതിലേക്ക് ഞങ്ങൾക്കൊരു വഴികാട്ടിയായത് കൂട്ടം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്കിലുണ്ടായിരുന്ന കൂട്ടായ്മയാണ്. വിഷുവിനും ഓണത്തിനും അങ്ങനെ എല്ലാവിധ ആഘോഷ പരിപാടികളിലും നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പാവപ്പെട്ട ഒരു കൈത്താങ് ആവശ്യമുള്ള ആൾക്കാരുടെ കൂടെ ഈ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അവർ വഴിയാണ് ഞങ്ങൾ ഇത്തവണത്തെ കൂട്ടം വിഷു സദ്യയിൽ പങ്കാളികളാവുന്നത്. ഇത്തവണ ഞങ്ങൾക്ക് വിഷു ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണത്തെ വിഷു ഞങ്ങൾ ഇവരുടെ കൂടെ ആവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം തന്നെ ഞങ്ങൾ മഹിളാ മന്ദിരത്തിൽ പോയി. അവിടെ തന്നെ 3-4 സെക്ഷൻ ഉണ്ടായിരുന്നു. 3 സെക്ഷനിലും അന്ന് തന്നെ വിഷു സദ്യ കൊടുക്കുന്നുണ്ടായിരുന്നു ഓരോരുത്തരുടെ വക. ഞങ്ങൾ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സദ്യയായിരുന്നു ഒരുക്കിയിരുന്നത്. പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സംഘാടകരുടെ കൂടെ ഞങ്ങൾ നേരെ മഹിളാ മന്ദിരത്തിൽ പോയി അവരുടെ കൂടെ ഫുഡ് കഴിച്ചു. അടുത്തുള്ള സ്റ്റേ ഹോമിൽ പോയി ഞങ്ങൾ അവർക്ക് വിളമ്പി കൊടുത്തു. അവരുടെ നന്ദി പറച്ചിലും അവരുടെ സന്തോഷമൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വിഷു സദ്യ കൊടുക്കുന്ന സ്ഥലത്തേക്ക് പോയത്. നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ബിൽഡിങ് ശരിക്കും ഒരു മ്യൂസിയമാണ്. ഗാന്ധിജി വന്ന സമയത്ത് ഉപയോഗിച്ച ചർക്കയും നൂലും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അവിടെ ഓപ്പൺ ആയിട്ടില്ല, ഇല്ലെങ്കിൽ ഒന്ന് കയറി കാണാമായിരുന്നു. ഈ 3 ഭാഗങ്ങളും തമ്മിൽ ഒരുപാട് ദൂരമൊന്നുമില്ല, പക്ഷേ നടക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. ചുറ്റും മരങ്ങളായിരുന്നു. ഞങ്ങൾ പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ നല്ല നാട്ടുമാങ്ങ വീണ് കിടപ്പുണ്ടായിരുന്നു. എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയാത്തത് കൊണ്ട് ഞങ്ങൾ എടുക്കാൻ നിന്നില്ല, കാരണം ഇത് സർക്കാർ പ്രോപ്പർട്ടിയാണ്. പിന്നെ ഇവിടെയാണ് ഞങ്ങൾ വിഷു സദ്യ കൊടുക്കുന്നത്. അങ്ങനെ അവിടേക്ക് എത്തി. അപ്പോഴേക്കും അവർ സദ്യയൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ കുറേ കുട്ടികളെ കണ്ടു. ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അവിടെ നിന്ന് തിരിച്ചു പോരാൻ ഞങ്ങൾക്ക് തോന്നുന്നേ ഉണ്ടായിരുന്നില്ല, കാരണം ആ കുട്ടികളുടെ കൂടെ ഫോട്ടോ എടുത്ത് അവരുടെ കൂടെ കഥ പറഞ്ഞ് പാട്ട് പാടി ചിരിച്ച് കളിച്ച് ഞങ്ങൾ സമയം പോയതേ അറിഞ്ഞില്ല.